58 രൂപ ഈടാക്കിയിരുന്ന ചരക്കു ലോറികൾ ബേപ്പൂർ തുറമുഖത്ത് പ്രവേശിക്കാൻ ഇനി 100 രൂപ നൽകണം. 42 രൂപയുണ്ടായിരുന്ന മിനി ലോറികളുടെ ഫീസ് 70 രൂപയും പിക്കപ്പ് വാഹനങ്ങൾക്ക് 60 രൂപയും കാറിന് 50 രൂപയും ഓട്ടോറിക്ഷകൾക്ക് 50 രൂപയുമാണ് പുതിയ നിരക്കുകൾ. മുന്നറിയിപ്പില്ലാതെ ഫീസ് കൂട്ടിയതിൽ പ്രതിഷേധവുമായാണ് കോൺട്രാക്ടേഴ്സും ഏജന്റുമാരും രംഗത്തെത്തിയത്. ബേപ്പൂർ തുറമുഖത്ത് വാഹനങ്ങൾക്കുള്ള പ്രവേശന നിരക്ക് വർദ്ധിപ്പിച്ച നടപടിക്കെതിരെ സെയിലിംഗ് വെസൽ ഏജന്റ്സ് ആൻഡ് ഷിപ്മെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച തുറമുഖ കവാടത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി വാഹനങ്ങൾ തുറമുഖത്തേക്ക് കടത്തിവിട്ടില്ല. തുറമുഖത്തെ ക്രെയിൻ, വാർഫേജ്, ഷിപ്പിംഗ് ബിൽ, ഗോഡൌൺ, വെള്ളം എന്നിവയുടെ സർവീസ് ചാർജ് ഇരട്ടിയോളം വർദ്ധിപ്പിക്കാൻ നേരത്തെ നിർദ്ദേശമുയർന്നിരുന്നു. നിലവിൽ മണിക്കൂറിന് 700 രൂപ വാങ്ങുന്ന ക്രെയിനിന്റെ വാടക 1450 രൂപയാക്കാനാണ് നിർദ്ദേശം സമർപ്പിച്ചിരുന്നത്. എന്നാൽ ഇതിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്നതോടെ മാരിടൈം ബോർഡ് നടപടികൾ മരവിപ്പിച്ചു. ഇതിനിടെയാണ് വാഹനങ്ങളുടെ പ്രവേശന നിരക്ക് കൂട്ടി ഉത്തരവിറക്കിയത്. വാഹനങ്ങളുടെ നിരക്ക് കൂട്ടിയതിനു പിന്നാലെ മറ്റ് സർവീസ് ചാർജുകളും വർദ്ധിപ്പിച്ചേക്കുമെന്ന ആശങ്കയിലാണ് കരാറുകാർ. കാർഗോ കയറ്റി വരുന്ന കപ്പലുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ചെലവ് വരുന്നത് 2 ലക്ഷം റുപ്യൻ്റെ അടുത്താണെങ്കിൽ ഇനി വരാൻ പോകുന്നത് 4 ലക്ഷം രൂപയാണ്. അതേ സ്ഥലത്ത് മംഗലാപുരത്ത് പോവുകയാണെങ്കിൽ ഈ 2 ലക്ഷത്തിന് തന്നെ അതിൻ്റെ താഴെ തന്നെ ചെലവഴിച്ച് നടത്തിക്കൊണ്ടു പോകാനും സാധിക്കും. ഈ അടിസ്ഥാനത്തിൽ ഈ വർധനവും കൂടി വന്നാൽ ബേപ്പൂർ പോർട്ടിൽ വളരെ ദയനീയമായ അവസ്ഥ സംജാതമാടുകയും ലക്ഷദ്വീപിലേക്കുള്ള പോക്കും മാത്രമല്ല മറ്റ് മേഖലയിലുള്ള തൊഴിലാളികളാവട്ടെ, അതുപോലെ തന്നെ കോൺട്രാക്ടർ അസോസിയേഷൻ ആവട്ടെ, മറ്റ് ഈ സിറ്റിയിലെ ബേപ്പൂർ കോഴിക്കോട് സിറ്റിയിൽ നിന്നാണല്ലോ സാധനങ്ങളെല്ലാം ലക്ഷദ്വീപിലേക്ക് പോകുന്നത്. അവരുടേതാവട്ടെ GST ഇനത്തിൽ കേരള ഗവൺമെൻറ്റിന് കിട്ടുന്നതാവട്ടെ എല്ലാം തടസ്സം വരികയും വല്ലാത്തൊരു മന്ദിപ്പ് വരികയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുകയും ബേപ്പൂർ പോർട്ട് നശിച്ചു പോവുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ഈ പ്രതിഷേധം ശക്തമാക്കാനും അത് പ്രതിഷേധ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിന് നടപടി ഉടനെ ഉണ്ടാവണമെന്നും സംഘടന ആവശ്യപ്പെടുന്നത്. പൊതുവെ മന്ദഗതിയിലുള്ള തുറമുഖത്ത് ഏർപ്പെടുത്തുന്ന നിരക്ക് വർധന ലക്ഷദ്വീപിലേക്കുള്ള ചരക്ക് നീക്കത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും ചരക്കുകൾ മംഗളൂരു തുറമുഖത്തേക്ക് നീങ്ങാൻ വഴിയൊരുക്കുമെന്നും കോൺട്രാക്ടർമാരും വെസൽ ഏജന്റുമാരും പറഞ്ഞു. വർദ്ധിപ്പിച്ച നിരക്ക് പിൻവലിക്കണമെന്നുള്ള നിവേദനം കോൺട്രാക്ടർമാരും ഏജന്റുമാരും പോർട്ട് ഓഫീസർക്ക് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ.